ദളപതി വിജയുടെ ഒരു സിനിമ ഇനി തിയേറ്ററിൽ പോയി കാണാൻ പറ്റത്തില്ലെന്ന് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞ ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ ഈ ജനനായകൻ എന്ന് പറഞ്ഞ സിനിമ കണ്ടു കഴിഞ്ഞാൽ ആലപ്പുഴ സീറ അവിടെ കണ്ടേ അവരൊരു 1 മിനിറ്റുള്ള ഒരു ട്രിബ്യൂട്ട് വീഡിയോ പ്ലെയർ ഉണ്ടായിരുന്നു. വിജയുടെ കുറേ മെമ്മറീസ് കണ്ട് ലാസ്റ്റ് CM ആകുന്നവരുള്ളൊരു വീഡിയോ, അത് ഒഫീഷ്യൽ ഉള്ളതാണെന്ന് എനിക്ക് അറിയത്തില്ല. സത്യം പറഞ്ഞ് കണ്ടപ്പോഴത്തേക്കും എനിക്ക് ഒരുപാട് സങ്കടമായി പോയി. കാരണം നമ്മൾ ചെറുപ്പം തൊട്ടേ കണ്ട് ആരാധിച്ച് നമ്മുടെ ചെറുപ്പമൊക്കെ ആഘോഷമാക്കിയ ഇത്രയും വലിയൊരു സൂപ്പർ സ്റ്റാർ, തമിഴ്നാട്ടിലെ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസ് ഉള്ള നടന്മാരിൽ ഒരാൾ, അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇനി നമുക്ക് തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റത്തില്ല. അതൊരു വമ്പൻ മിസ്സിങ് തന്നെയാണ്. പക്ഷേ ഈ ജനനായകൻ എന്ന് പറയുന്ന ഈ സിനിമ വിജയ് അവസാനമായിട്ട് അഭിനയിച്ച കാര്യം ഓർക്കുമ്പോഴത്തേക്കും എന്ത് കൂതറ സാധനമാണ് ഞാൻ തിയേറ്ററിൽ ലാസ്റ്റ് വിജയുടേതായിട്ട് കണ്ടതെന്ന് ഓർക്കുമ്പോഴത്തേക്കുമാണ് എനിക്ക് സങ്കടം. ഇപ്പോൾ ലിയോ ആയിരുന്നു സത്യം പറഞ്ഞ വിജയുടെ അവസാന പടമായിട്ട് ഇറങ്ങേണ്ടിയിരുന്നത്. ഒരു വിജയ് ഫാൻ എന്ന രീതിയിൽ എന്തായാലും ഈ പടം മിസ്സാക്കാൻ വേണ്ടി പറ്റില്ല. ഇതിൻ്റെ HD പ്രിന്റ് ലീക്കായി, ഒരുപാട് ഫൂട്ടേജ് ലീക്കായി. ഭഗവത് കേസരിയുടെ ഒഫീഷ്യൽ റീമേക്ക് തന്നെയാണ് പടം. നമുക്കിതിൻ്റെ കഥ അറിയാം, പ്രെഡിക്റ്റബിൾ സ്റ്റോറിയാണ് എല്ലാം. അതായത് ഭഗവത് കേസരി പ്രെഡിക്റ്റബിൾ ആണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, ആ പടം കണ്ട ആൾക്കാർക്ക് ഇത് പ്രെഡിക്റ്റബിൾ ആണ്. ഇതെല്ലാം വെച്ചുകൊണ്ടും ഞാൻ FDFS പോയി കാണാൻ തീരുമാനിച്ചു വിജയ്ക്ക് വേണ്ടിയിട്ട്. പടം കണ്ടു, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഒരു കുറച്ചൊക്കെ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും വിജയനെ കണ്ടുകൊണ്ടിരിക്കാം. ക്ലൈമാക്സ് ഒക്കെ ആയി പടം തീരാറായ സമയത്ത് എന്ത് അപരാധമാണ് വിനോദ് പിടിച്ച് വെച്ചിരിക്കുന്നത്. ഭഗവത് കേസരി എന്ന് പറയുന്നൊരു പടം, അതിലേക്ക് കുറച്ച് രാഷ്ട്രീയം കുത്തിക്കയറ്റി കഴിയുമ്പോഴത്തേക്കും എന്ത് ഊളത്തരം കാണിച്ചാലും ഞങ്ങൾ വിജയ് ഫാൻസ് കണ്ടുകൊണ്ടിരിക്കും എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതൊരു ഊളധാരണയാണ്. ഈ വിജയ് ഫാൻസിന് ഇത്രയും ഒരുമാതിരി ഉണ്ണാക്കന്മാരാക്കി കളയരുത്. എന്തോന്നൊക്കെയാണ് ലാസ്റ്റ് നിങ്ങൾ കാണിച്ച് വെച്ചേക്കുന്നത്. വിനോദ് തന്നെയാണോ ഈ തീരനെടുത്തത്? എന്ന് തീരൻ എന്ന് പറഞ്ഞ പടം കണ്ടോ അതിനുശേഷം വിനോദിൻ്റെ പടങ്ങളെല്ലാം തന്നെ അപരാധങ്ങളോട് അപരാധങ്ങൾ. അജിത്തിനെ വെച്ച് കുറേ അപരാധങ്ങൾ കാട്ടിക്കൂട്ടി. അത് പോട്ട്, അജിത്തിനെ വെച്ചിട്ട് പറ്റുന്നതിൻ്റെ മാക്സിമം എടുത്ത് വെച്ച് അജിത്തിനെ തൂറ്റിച്ചിട്ട് ലാസ്റ്റ് ഇപ്പോൾ വിജയ് എടുത്ത് പോയി പറഞ്ഞേക്കുകയാണ്, വിജയാണ് നമുക്കൊരു പടം ചെയ്യാം. അതും വിജയുടെ ലാസ്റ്റ് പടം. അവിടെ അല്ലി നിപ്പുണ്ട്, ലോകേഷ് ഉണ്ട്. വിജയ് വിളിച്ച് ഏത് നെൽസൺ ഉൾപ്പെടെ ആരും വന്ന് പടം ചെയ്യും. എന്നിട്ട് എന്തിന് വിനോദിന് ഡേറ്റ് കൊടുത്തണ്ണ? എനിക്ക് എന്തിൻ്റെ ആവശ്യമായിരുന്നു? അതും ഇതേപോലെ ഒരു സെക്കൻഡ് ഹാഫിലൊക്കെ പൊളിറ്റിക്സ് കുത്തിക്കയറ്റി ഉണ്ടാക്കി വെച്ചേക്കുന്ന റോബോട്ടിക് ഫൈറ്റൊക്കെ കാണുമ്പോഴത്തേക്കും ഉണ്ടല്ല, എന്തിനാണല്ലോ ഈ പടം ലാസ്റ്റ് നിങ്ങൾ ചെയ്ത്? വല്ല ആവശ്യം ഉണ്ടായിരുന്ന വേറെ ഏതെങ്കിലും ഒരു നല്ല സ്ക്രിപ്റ്റിൽ അണ്ണന് ഈ സ്ത്രീകളെ പറ്റി സംസാരിക്കണം, അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണത്തെ പറ്റി സംസാരിക്കണം എന്നുണ്ടെങ്കിൽ ഒരു പടത്തിൽ എവിടെയെങ്കിലും കുത്തിക്കിറ്റിയാൽ പോരായിരുന്നോ? നമ്മളത് കണ്ട് കൈയടിക്കില്ലേ? എന്തിനിത് ചെയ്തണ്ണ? ഒരു പടം എന്ന രീതിയിൽ സത്യം പറയാമല്ലോ, ഞാൻ പടം ഫസ്റ്റ് ഹാഫിൽ ഒരു 80% ഭഗവത് കേസരി തന്നെയാണ്. അതിനകത്തൊന്നും വ്യത്യാസമൊന്നുമില്ല, വലുതായിട്ടൊരു വ്യത്യാസവും ഇല്ല. സെക്കൻഡ് ഹാഫിലാണ് പിന്നെ കുറേയൊക്കെ പൊളിറ്റിക്സും ചേഞ്ചസ് ഒക്കെ വരുന്നത്. ഈ ഫസ്റ്റ് ഹാഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം തോന്നിയ ഒരു കാര്യമുണ്ട്. ഈ ഭഗവത് കേസരിയിൽ നമ്മുടെ ബാലയ്യയുടെ ഇൻട്രോ ഒരു ഞെരിപ്പ് ഇൻട്രോ ആണ്, കിണ്ണ സാധനമാണത്. ആ സെയിം സാധനം ഇവിടെ എടുത്ത് വെച്ചിട്ട് വിജയനെ പോലത്തെ ഒരു ആക്ടറിനെ കിട്ടിയിട്ട് ആ ബാലയ്യനെ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു കിക്ക് വിജയനെ കാണുമ്പോൾ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ വിനോദ് എന്ന് പറഞ്ഞ ഡയറക്ടറിനെ നമുക്ക് ഊഹിക്കാം ഇങ്ങനെ എന്താ ഇനി കാണിക്കാൻ വേണ്ടി പോണേന്നുള്ളത്. പുള്ളിക്ക് ഇതേപോലെ മാസ് മസാല പരിപാടിയൊന്നും പറ്റൂല. പുള്ളിക്ക് തീരൻ പോലെ വളരെ ക്ലാസ് ആയിട്ടുള്ള അങ്ങനത്തെ വലിയൊരു കാർത്തിയെ പോലെ ഒരാളെയൊക്കെ കൈകാര്യം ചെയ്യാൻ പക്കയാണ്. അജിത്തിനെ പോലെ വിജയിനെ പോലെയുള്ള ഒരാളെ കൈകാര്യം ചെയ്യാനായിട്ട് വിനോദിന് പറ്റില്ല എന്ന് പുള്ളി പ്രൂവ് ചെയ്യുന്നുണ്ട്. ഒരു സൈഡിൽ അനിരുദ്ധ് ഇവിടെ ചത്ത പോലെ പണിയെടുക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് ആ കിക്ക് അങ്ങ് കിട്ടുന്നില്ല. അപ്പോൾ ഒരു സ്റ്റാർട്ടിങ്ങിൽ തന്നെ വിജയനെ കാണിക്കുന്ന സമയം മുതൽക്ക് തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുവാടേ ഇത് എന്നുള്ളൊരു ഫീൽ ആയിപ്പോയി. സാധാരണ വിജയ് പടത്തിന് കാണുന്ന കയ്യടി ബഹളമൊക്കെ ആ ഒരു സ്റ്റാർട്ടിങ് മൊമെൻറ്റിൽ കിട്ടിയിട്ട് പിന്നെ നമ്മൾ വിജയ്ക്ക് വേണ്ടി കൈയടിക്കുക, വിജയുടെ ലാസ്റ്റ് പടമായതുകൊണ്ട് കൈയടിക്കുക. അല്ലാണ്ട് നമുക്ക് ആ ഫീല് കിട്ടിയിട്ട് കൈയടിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീടൊരു ഫീല് കിട്ടുന്നത് ഇൻ്റർവെൽ ആയപ്പോഴത്തേക്കുള്ള ആ നമ്മുടെ രാവണ എന്ന് പറയുന്ന ആ ഒരു സോങ്ങും ആ ഒരു ഫൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും ഞെരുപ്പാണ്. പിന്നെ വേറൊരു കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല, വില്ലൻ ബോബി ഡിയോളിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വിജയിനേക്കാൾ കിടു എൻട്രി കൊടുത്തിട്ടുണ്ട്. ആ ഇൻട്രോ സീൻ എന്നൊക്കെ പറയുന്നത് സൂപ്പർബാണ്. പക്ഷേ നിങ്ങൾക്ക് ഈ പടത്തിന് അവോളം ബഡ്ജറ്റ് ഉണ്ട്. ഈ സെറ്റ് വർക്ക്, ആർട്ട് വർക്ക് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ ഒരു പടത്തിൻ്റെ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ജയിലിലെ ഫൈറ്റിനിടയിൽ കുറേ, എനിക്കൊന്ന് കോറിയിലാണ് ജയിൽ, കുറേ പാറയൊക്കെ ജയിലിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കൂട്ടിയിട്ടുണ്ട്. എന്ത് ആവശ്യമാണെന്ന് അറിയത്തില്ല. അത് കാണുമ്പോൾ അത് ഉണ്ടാക്കി വെച്ചേക്കുന്നതാണെന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. വിജയുടെ ഫ്ലാഷ് ബാക്ക് കാണിക്കുമ്പോഴത്തേക്കും കുറേ ഒരു കാർഡ് കാണിക്കുന്നുണ്ട്. ഇത് കാർഡല്ലെന്നും
ഒരു സെറ്റ് ഇട്ടേക്കുന്നതാണ്, ഒരു സ്റ്റുഡിയോക്കകത്തുള്ള ഇൻഡോർ സെറ്റാണെന്നുള്ളത് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഒരു വിജയ് പടത്തിൽ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? എൻ്റെ എച്ച് വിനോദ് അണ്ണ, ഇത്ര എച്ചിത്രം എന്തിനാണ്? പിന്നെ പ്രിയാമണിക്ക് ഒരു ചപ്രി വിഗ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല വിഗ് വാങ്ങാനുള്ള കാശ് പോലും ഇല്ലേ അവിടെ? അതെനിക്ക് അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കുകയാണ്, എന്തിനാണ് ഇങ്ങനെ പിശിക്കണത്? പിന്നെ വില്ലനാണെന്നുണ്ടെങ്കിൽ വില്ലൻ്റെ എൻട്രിയൊക്കെ ഞെരിപ്പാണ്, വില്ലൻ്റെ പരിപാടീസൊക്കെ ഓക്കെയാണ്. ഒരു ജയില് അല്ലെങ്കിൽ ഒരു കോട്ടക്കകത്ത് വില്ലൻ ഇങ്ങനെ കിടക്കുക, ഒരു ജയിലാണ് ആക്ച്വലി അത്. അതിൽ നിന്ന് വില്ലനാണെങ്കിൽ പുറത്തിറങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പം അതും സെറ്റാണ് എന്ന് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പിന്നെ കളർ ഗ്രേഡ് ചെയ്ത് അതിനെ ഇങ്ങനെ ചുവപ്പിച്ച് ഒരു കാപ്പിപ്പൊടി കളറാക്കി കറുപ്പിച്ച് ഇതിൻ്റെയൊക്കെ ആവശ്യം എന്തായിരുന്നു? അല്ല, എനിക്ക് അറിയാൻ വയ്യത്തോണ്ട് ചോദിക്കുന്നതാണ്. പിന്നെ ഈ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് നിങ്ങൾ ഈ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി വിളിക്കുന്ന ആൾക്കാരുണ്ടല്ലോ, അത് വിജയുടെ ലാസ്റ്റ് പടമായതുകൊണ്ടിരിക്കുന്നു അവരും കൂടെ വിജയ്ക്ക് ട്രിബ്യൂട്ട് കൊടുത്താണെന്ന് തോന്നുന്നു. കാരണം വിജയനെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരുത്തരത്ത് ഞെട്ടാൻ വേണ്ടി പറയുമ്പോൾ മറ്റേ ആട് സിനിമയിൽ ഈ വെടിവെപ്പ് കഴിയുമ്പോഴത്തേക്ക് ഒരു പോലീസുകാരൻ നിൽക്കത്തില്ലേ, ഇവനങ്ങും മറ്റേ നമ്മുടെ സർബത്ത് ഷമീറിന് ഡയലോഗ് ഞാൻ പറഞ്ഞത്, ഇവനെ സമ്മതിക്കണം. ഈ ഇത്രയും വലിയ വെടിവെപ്പ് നടന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു അനങ്ങാണ്ട് നിന്ന് കളഞ്ഞില്ലെന്ന് ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ ഒരുത്തൻ അവനിങ്ങനെ നിന്ന് ഡയലോഗ് പറയാണ്, വേറൊരുത്തിൽ നിന്നും വിജയനെ പറ്റി പൊക്കി അടിക്കുക. ഈ വേട്ടാവളിയൻ ഇവിടെ നിന്ന് ആസ്മ വന്ന പോലെയാണ് അവൻ ഞെട്ടണത്. ഈ ഒരു മനുഷ്യനെ പറ്റി പറയുമ്പോഴത്തേക്കും ഗൂസ്പംസ് അടിച്ചാൽ മതി, അല്ലെങ്കിൽ ഞെട്ടിയാൽ മതി. അല്ലാണ്ട് ഈ ആസ്മ വന്ന പോലെ കണ്ണും മിഴിച്ച് വായും പൊളിച്ച്, എൻ്റെ പൊന്നു ഇത് എന്തോന്നടെ, എന്ത് എക്സ്പ്രഷനാണത്? ഇതേ വേട്ടാവളിയന് കുറച്ചു നേരം കഴിയുമ്പോഴത്തേക്ക് അടുത്ത ഫൈറ്റിൽ പോയിട്ട് വിജയ്ക്കെതിരെ നിന്ന് ഡയലോഗ് അടിക്കാനും കൊല്ലാനും ഓടി പോകുന്നുമുണ്ട്. അപ്പം അവൻ്റെ പരിപാടീസൊക്കെ നൈസാണ്. പിന്നെ എല്ലാവരും ഈ പടത്തെ പറഞ്ഞ പോലെ മമിത അങ്ങനെ കുളവാക്കിയിട്ടൊന്നുമില്ല കേട്ടോ. മമിത അഭിനയിച്ച് ഒരു ഊളത്തരാക്കി അങ്ങനെയൊന്നും എനിക്ക് തോന്നിയില്ല. മമിത ഫൈറ്റ് ഉൾപ്പെടെ മമിത അത്യാവശ്യം നന്നായിട്ട് തന്നെ പണിയെടുത്തിട്ടുണ്ട്. എനിക്കിത് വർക്കായി, പേഴ്സണലി എനിക്ക് ഈ സാധനം വർക്കായി. പിന്നെ പൂജ ഹെഡ്ജ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഈ ഭഗവത് കേസരി കണ്ടവർക്ക് അറിയാം, അതിന് കാജോളാണ് ആ റോൾ ചെയ്തേക്കുന്നത്. അത് അവർക്കിടയിലുള്ള കെമിസ്ട്രി ഒരുപാടൊന്നും അല്ലെങ്കിലും കുറച്ചെങ്കിലും, അതായത് ആ ഒരു കണക്ഷൻ നമുക്ക് കുറച്ചിങ്ങനെ ഫീൽ ചെയ്യും, കുറച്ച് ടൈമുണ്ട് അതിന്. പക്ഷെ ഇവിടെ ആ ടൈമില്ല. വിജയിനെ കാണുമ്പോൾ തന്നെ ഫസ്റ്റ് ഷോട്ടിൽ തന്നെ നായികക്ക് അങ്ങ് ഇഷ്ടം തോന്നിയേക്കുക. വിജയ്ക്കാണെങ്കിൽ തിരിച്ച് വളരെ പെട്ടെന്ന് ഇഷ്ടം തോന്നുന്നുണ്ട്. ഭഗവത് കേസരിക്കകത്ത് കുറച്ചുകൂടെ സമയം എടുക്കും. ബലയ്യ അണ്ണൻ ഓടിപ്പോയി പ്രേമിക്കാൻ പോകുന്നില്ല, കുറച്ചുകൂടെ സമയം എടുത്ത് അണ്ണൻ പ്രേമിക്കാൻ വേണ്ടി പോകുന്നു. ഇവിടെ അത് സമയമില്ല, കാരണം നമുക്ക് സെക്കൻഡ് ഹാഫിൽ കുറേ പൊളിറ്റിക്സ് പറയാനുള്ളത് കൊണ്ട് നമുക്ക് ഓടിപ്പോയി പ്രേമിച്ചേക്കണ്ണ എന്നുള്ളൊരു രീതിയാണ്. പിന്നെ വിജയ് അണ്ണൻ്റെ ഡാൻസ്, ഫൈറ്റ്, പരിപാടി ഞാൻ പറഞ്ഞല്ലോ, ആ ഇൻ്റർവെൽ ഫൈറ്റൊക്കെ നല്ല എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് നന്നായിട്ട് തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ആ ഫൈറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അണ്ണൻ വീണ്ടും മറ്റേ ഐ എം വെയിറ്റിംഗ്, ആ സാധനം ഐ എം കമ്മിങ് ആണ്, ഇത്തവണ വെയിറ്റിംഗ് അല്ല. അപ്പം ഇങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്ന വിജയുടെ ലാസ്റ്റ് പടം എന്ന് പറയുമ്പോഴത്തേക്കും ഓക്കെ, ഈ എല്ലാത്തിൻ്റെയും നമ്മൾ ഈ എല്ലാ പടത്തിൻ്റെയും കൂടെ ഒരു ഫൂട്ടേജ് കുത്തിക്കയറ്റിയ പോലത്തെ ഒരു സിനിമ തന്നെ ആയിക്കോട്ടെ, എന്നാലും നമുക്ക് സാരമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഒരു വിജയ് സിനിമ തിയേറ്ററിൽ നിന്ന് കാണുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, കാണുന്ന ആൾക്കാർക്ക് അടുത്ത സീൻ എന്താണെന്നും ക്ലൈമാക്സ് എന്താണെന്നും എന്ത് സംഭവിക്കുമെന്നും കൃത്യമായിട്ട് അറിയാമെങ്കിൽ പിന്നെ അവിടെ എന്ത് വ്യത്യസ്തതയാണുള്ളത് ആ പടത്തിന്? അതാണ് ഒരു വിജയ് പടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പിന്നെ സുനിലൊക്കെ ഉണ്ട് ഈ പടത്തിലെ. സുനിലൊക്കെ വെറും പടം. പിന്നെ ഞാൻ പറഞ്ഞില്ല, വില്ലൻ എത്ര ബിൽഡപ്പ് കൊടുത്തെന്ന് പറഞ്ഞാലും നമുക്ക് ഊഹിക്കാം ലാസ്റ്റ് വില്ലനെ വിജയ് ഒറ്റ കടിച്ചു കൊല്ലും എന്നുള്ളത് നമുക്ക് അറിയാവുന്നതുകൊണ്ട് തന്നെ ഈ ബിൽഡപ്പൊക്കെ പിന്നെ വേസ്റ്റായി പോകുന്നുണ്ട്. പിന്നെ എനിക്ക് വില്ലൻ്റെ ഇയാൾ എന്തുകൊണ്ട് വില്ലനായി എന്നുള്ളൊരു ഒരു ഓൾട്ടർ ഈഗോ പോലത്തെ ഒരു സാധനം കാണിക്കുന്നുണ്ട്. അതെനിക്ക് നൈസായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. കാരണം ഒരു വില്ലൻ, ഇയാൾ ജന്മന, ചില ആൾക്കാർ ജന്മനാ വില്ലൻ, അവൻ മറ്റേ പാരമ്പര്യമായിട്ട് മറ്റേ ഊള ഫാമിലിയാണെന്നൊക്കെ പറയുന്ന പോലെ പാരമ്പര്യമായിട്ടൊരു വില്ലന്മാരാണ്, അവരത്രയും കെട്ട കുടുംബക്കാരാണ്, അതുകൊണ്ട് അവന്മാർ വില്ലന്മാർ തന്നെ എന്നുള്ള ആ ഒരു രീതി മാറ്റിയിട്ട് ഇതിനകത്ത് കുറച്ചുകൂടെ ഒരു രസമുണ്ട്. ആ വില്ലൻ്റെ ഒരു ഓൾട്ടർ ഈഗോ വർക്കാക്കുന്നൊരു പരിപാടിയുണ്ട്, അത് കൊള്ളാം. പിന്നെ പ്രകാശ് രാജ് ആസ് യൂഷ്വൽ പുള്ളി എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനം തന്നെ ഇതിലും വന്ന് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യസ്തത ഒന്നുമില്ല. പുള്ളിക്ക് എപ്പോഴുള്ള പരിപാടി തന്നെ. പിന്നെ അണ്ണൻ MGRൻ്റെ കുറച്ച് സാധനമൊക്കെ എടുത്ത് വെക്കുന്നുണ്ട്, അതും ആ പ്ലേസ്മെൻറ്റും ഒക്കെ ഓക്കെയാണ്, രസമുണ്ട്. പക്ഷേ ഇതിന് എക്സിക്യൂട്ട് ചെയ്ത രീതി, അതായത് വിജയ് MGR എന്ന് പറയുന്ന ആ ഒരു എക്സിക്യൂട്ട് ചെയ്ത രീതി, ചാട്ടവാറടി പരിപാടീസ് എല്ലാം തന്നെ നമുക്ക് ഡൈജസ്റ്റ് ആവാൻ ഒരുപാട് പാടാണ്. ഭയങ്കര ഒരു ഹാർഡ് കോർ വിജയ് ഫാൻ ഇങ്ങനെ നമ്മൾ ഈ ഇഷ്ടപ്പെടാത്ത സാധനം നമ്മൾ വിശപ്പ് കൊണ്ട് ഇങ്ങനെ ചവച്ചരച്ച് എങ്ങനെയെങ്കിലും കഴിക്കണമല്ലോ എന്നുള്ള രീതിയിലാണ് ഈ സിനിമ. വിജയുടെ ലാസ്റ്റ് പടമായതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കുകയും വേണം, എന്നാൽ ഈ സാധനം നമുക്ക് എങ്ങനെ ഞാനിത് ഇഷ്ടപ്പെടും എന്നുള്ള രീതി കണ്ടിരിക്കുകയും വേണം. ഈ രണ്ട് പ്രശ്നങ്ങളാണ് ഈ പടം കാണുമ്പോഴത്തേക്ക് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. എനിവേ, ഒരു വിജയ് ഫാൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണുക. അങ്ങേരുടെ സ്റ്റാർഡത്തെ വട്ടം വെക്കാനായിട്ട് ഇതിന് മുന്നെയോ ഇതിന് ശേഷമോ തമിഴ്നാട്ടിൽ ഒരാൾ ഉണ്ടാവത്തില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഒരു പടം ഇത്രയും പെട്ടിയിലിരുന്ന്
ലീക്കായി HD പ്രിന്റ് ലീക്കായി റീമേക്ക് ആണെന്നറിഞ്ഞിട്ടും ഇത്ര ആൾക്കാർ തിയേറ്ററിൽ വരുന്നുണ്ടെങ്കിൽ, ഇത്രയും വലിയൊരു FD കളക്ഷൻ കിട്ടാൻ വേണ്ടി പോകുന്നുണ്ടെങ്കിൽ അത് അങ്ങേരുടെ സ്റ്റാർഡമാണ്. അപ്പോൾ ദളപതിക്ക് വേണ്ടി ഈ സിനിമ എത്ര കോരയാണെങ്കിലും തിയേറ്ററിൽ തന്നെ പോയി കാണും. ഞാൻ കണ്ടു, നിങ്ങളും കാണുക. പടം പേഴ്സണലി എനിക്കൊട്ടും തന്നെ വർക്കായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം ഇതിനോടൊപ്പം തന്നെ ഞാൻ പങ്കുവെക്കുന്നു.